വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി. പ്രതിയും ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ്. സൂട്ട് കേസിലാക്കിയ നിലയിൽ മൃതദേഹം പല ഭാഗങ്ങളിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ കൊലപാതകത്തിന് കാരണം എന്താണ്? ഈ പ്രതി ഇതിനോടകം പോലീസിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തൊണ്ടർനാട് സ്റ്റേഷന്റെയും ഒപ്പം തന്നെ വെള്ളമുണ്ട സ്റ്റേഷന്റെയും പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം. വെള്ളിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാളെ കൊന്ന് മൃതദേഹം 2 ബാഗുകളിലാക്കി ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരികയായിരുന്നു. ഇതിനുശേഷം മൂളിത്തോട് പാലത്തിന് മുകളിൽ നിന്ന് ഇത് വലിച്ചെറിഞ്ഞു. ഒരു സ്യൂട്ട് കേസ് വന്നു വീണത് തൊട്ടു താഴെയാണ്, അതായത് തൊട്ടു താഴെയുള്ള വാഴത്തോപ്പിലാണ്. മറ്റൊന്ന് പുഴയ്ക്ക് സമീപത്താണെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇങ്ങനെ ഈ ഒരു ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നത്. ഈ ഓട്ടോറിക്ഷക്കാരത് വലിച്ചെറിയുമ്പോൾ സംശയം തോന്നി. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടിച്ചു തടഞ്ഞു നിർത്തി പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയതിനെ തുടർന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെ ഇയാളെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. പോലീസും സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ആ ഭാഗത്തുണ്ടായിരുന്നു. അവർ അവിടെ തന്നെയുണ്ട്. എന്തായാലും ഇത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഭാര്യയുമായി ബന്ധമുള്ള എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പേര് വിവരങ്ങൾ ഇതുവരെ വ്യക്തമായിട്ട് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത് ലഭിക്കും. എന്തായാലും നാടിനെ നടുക്കിയ രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മൃതദേഹം വെട്ടി നുറുക്കി അതിനുശേഷം സ്യൂട്ട് കേസിലാക്കി 2 സ്യൂട്ട് കേസിലാക്കിയാണ് ഒരു സ്യൂട്ട് കേസിൽ ഒരു ബാഗിലുമാക്കിയാണ് അത് കൊണ്ടുവന്നത്. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ എത്തിച്ച് ഇത് വലിച്ചെറിയാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, ഇതിൽ താങ്കൾ ആ സ്ഥലത്ത് ഇപ്പോഴുണ്ട് എന്നാണ് സുർജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ടോ? അതായത് ഈ പ്രതികൾ ആരാണ്? ഒരാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തത്? ഇതിന്റെ കാരണം എന്താണ്? അത്തരം വിവരങ്ങൾ ലഭിക്കാൻ സമയമായിട്ടുണ്ടോ ഇപ്പോൾ? ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനൊരു ശാരീരിക പ്രയാസമൊക്കെ കാണിച്ചതുകൊണ്ട് പ്രതിയെ പോലീസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. 2 ഭാഗങ്ങളിലായി, ഒരു പാലത്തിന്റെ തൊട്ടടുത്ത്, പാലം തുടങ്ങുന്നതിന്റെ ഭാഗത്ത് ഇടതുവശത്ത് ഒരു ബാഗിലാക്കി, ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ ഒരു ബാഗിലാക്കിയിട്ട് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം ഉപേക്ഷിക്കുകയും പാലത്തിന്റെ മുകളിൽ നിന്ന് താഴെ പുഴയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് വേറൊരു ബാഗ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആദ്യത്തെ ബാഗും 2ാമത്തെ ബാഗും കണ്ടെടുക്കാൻ പറ്റി. കാരണം ആ പുഴയുടെ കരയിലാണ് ആ 2ാമത് ഉപേക്ഷിച്ച ബാഗും വന്നു പെട്ടത്. പക്ഷെ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി ഈ രീതിയിൽ ഉപേക്ഷിക്കുന്നത് കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഒരു സംശയം തോന്നുകയും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വരുമ്പോൾ റോഡരികിൽ തന്നെ, റോഡിന്റെ വളരെ ചേർന്ന് ഒരു മീറ്റർ പോലും ദൂരത്തില്ലാതെയാണ് 1ാമത്തെ ശരീരഭാഗം കണ്ടെത്തിയത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് പാലത്തിന് താഴെ പരിശോധനയിലാണ് 2ാമത്തെ ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി പോലീസിന്റെ കസ്റ്റഡി. ബാക്കിയുള്ളൊരു വിവരം പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഒരു അതിക്രൂര കൊലപാതകം ആയിരിക്കും, അതിന്റെ വിവരങ്ങളായിരിക്കാം ഒരുപക്ഷെ നാളെ വരാനിരിക്കുന്നത്, അല്ലേ ശ്രീ സംഷാദ് മരക്കാർ? തീർച്ചയായും. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ തൊട്ടപ്പുറത്തെ ആളുകളെല്ലാം സ്കൂളിന്റെ വാർഷികവും മറ്റു പരിപാടികളും ഒക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും അവിടെയാണ്. വളരെ പെട്ടെന്ന് ഇത്തരം ഒരു വാർത്ത അറിയുകയും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ്. കാരണം ഈ ഒരു പ്രദേശത്തൊന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ആളുകൾക്കില്ല. അത് 2 ശരീരത്തെ 2ആക്കി മുറിച്ച് 2 ബാഗിലെടുത്ത് റോഡരികിൽ ഉപേക്ഷിച്ച് കടന്നു കളയുക എന്നുള്ള രീതി ഒക്കെ പറയുന്നത് ആളുകൾക്ക് ഒരു വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിയിൽ നിന്നും മനസ്സിലായത് 2ആയിട്ട് ശരീരഭാഗങ്ങൾ കളഞ്ഞത് എന്ന് പ്രതി സമ്മതിച്ചു. ആ 2 ശരീരഭാഗങ്ങളായ കവറുകളും കണ്ടെടുത്തു. പ്രതിയെ പോലീസിന്റെ കസ്റ്റഡിയിലുമായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് പോലീസുകാർ പറയുന്നത്. നന്ദി ശ്രീ സംഷാദ് മരക്കാർ. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഈ ഭാഗത്തുണ്ട്. ഈ മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ചോദ്യം ചെയ്ത് വരികയാണ്. മരിച്ചതും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. കൊല്ലപ്പെട്ടതും കൊലയാളിയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അതിക്രൂര കൊലപാതകമാണ് നടന്നതെന്ന് ഉറപ്പാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരീരം വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി പല ഭാഗങ്ങളിൽ ഉപേക്ഷിച്ച് കടക്കാനായിരുന്നു ശ്രമിച്ചത്. ഓട്ടോ ഡ്രൈവർക്ക് ചില സംശയം തോന്നി, അങ്ങനെ പോലീസിൽ അറിയിച്ചു. പ്രതി പിടിയിലായിട്ടുണ്ട്.
കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകും. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.